കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രി മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ എല്ലാവർക്കും പോകേണ്ടതുകൊണ്ട് രാത്രി തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ പിന്നെ പരത്തി ചുട്ടാൽ മതിയല്ലോ. അന്നേരം ഞാൻ പ്രഷറൊന്നും യൂസ് ചെയ്യത്തില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് പരത്തുന്നതും ചൂടുന്നതും ഒക്കെ കേട്ടോ. അന്നേരം ഇങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴച്ച് വെക്കാറുണ്ട്. കാരണം ടിനോപ്പൻ ഇവിടെ 7 മണിയാകുമ്പം തന്നെ പോകണം. അന്നേരം കുഴച്ച് പരത്തിയൊക്കെ വരുമ്പോഴത്തേന് സമയം പോകും, കാരണം ചോറും കറിയൊക്കെ ആകണ്ടേ. അന്നേരം ഞാൻ രാത്രി തന്നെ ഇതെല്ലാം പരത്തി വെച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അതുപോലെ തന്നെ പിറ്റേ ദിവസം കൊണ്ടുപോകേണ്ട വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിടും. കാരണം രാവിലെ ചൂടോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് രാത്രി തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ അവർക്ക് ചോറ് കൊണ്ടുപോകുമ്പോഴത്തേന് വെള്ളമൊക്കെ കൊടുത്തു വിടാം. പിന്നെ നമ്മൾ മീനൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് വറക്കാനുള്ള മീനൊക്കെ ഞാനങ്ങ് പുരട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ മീനൊക്കെ ഞാൻ രാവിലെ കൊണ്ടുപോകാനായിട്ട് 2-3-4 മീൻ ഇന്ന് കറി വെച്ചതിനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രീസറിനകത്തല്ല. കാരണം രാവിലെ തോരൻ വെച്ച് കൊടുക്കാൻ വേണ്ടി. നേരത്തെ ഞാൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനൊന്നും ഞാൻ എല്ലാം അന്നേരം ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് രാവിലത്തെ ജോലികളെല്ലാം തീർത്ത് മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ നമുക്കും ഫ്രീ ടൈമൊക്കെ വേണ്ടേ. നമ്മുടെ ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളും തയ്യലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടമ്മമാർക്കുണ്ടല്ലോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കുഴച്ച് വെച്ചില്ലായിരുന്നു. അന്നേരം ഞാൻ അതിനകത്ത് പരത്തി വെച്ചെന്ന് പറഞ്ഞായിരുന്നു. പരത്തിയല്ല, കുഴച്ചാണ് വെച്ചത് കേട്ടോ. അതൊക്കെ എടുത്ത് ഒന്ന് തണുപ്പ് മാറാനായിട്ട് വെളിയിൽ വെച്ചു. എന്നിട്ടത് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനി പരത്തിച്ച് വിടണം. അതുപോലെ തന്നെ ഇന്നലെ വെച്ച കടലക്കറി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് കറി ഇന്ന് വെക്കേണ്ട കാര്യമില്ല. പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സൗണ്ട് ഒരുപാട് അടഞ്ഞു പോയി കേട്ടോ. അന്നേരം അതൊക്കെ കുറച്ചായിട്ട് മാറി വരുന്നതേ ഉള്ളൂ. അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, ഇടയ്ക്ക് നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് അടയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് നമ്മൾ ചായയൊക്കെ ഊറ്റിയിട്ട് കപ്പിനകത്ത് വെച്ചു. പിന്നെ നമ്മൾ ആ തണുപ്പൊക്കെ മാറിയ സമയത്ത് ചപ്പാത്തി ഒന്ന് പരത്തിച്ച് വിടുവാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി കറി വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ സമയങ്ങൾ പകൽ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് മാത്രമല്ല, നമുക്കിങ്ങനെ അട, കോഴിക്കട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേദിവസം രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ രാവിലെ എഴുന്നേറ്റ് ദോശ, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സാമ്പാറൊക്കെ വെക്കാൻ പറ്റും. അരിയാനൊന്നും രാവിലെ പോകേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജില്ലാത്ത വീടുകളില്ലേ അല്ലേ? അന്നേരം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ രാവിലെ അടുക്കളയിൽ കയറി ജോലികളെല്ലാം ചെയ്യേണ്ടവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ചോറ് കൊടുത്തു വിടാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്നാവും കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് സമയങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അന്നേരം വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്ന കുറേ വീട്ടമ്മമാരുണ്ട്, ഓരോ ജോലികളും ഇല്ലേ. അന്നേരം അവർക്കൊക്കെ ഒരുപാട് സമയം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ കിട്ടും കേട്ടോ. അന്നേരം ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും ചെയ്ത് വെക്കത്തില്ലായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഫ്രഷായിട്ട് ഉള്ളി, ഇഞ്ചിയൊക്കെ ആണെങ്കിലും അന്നേരം തന്നെ തൊലി കളഞ്ഞെടുക്കും. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും അന്നേരം തന്നെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ തുടങ്ങി കേട്ടോ. അന്നേരം നമ്മൾ തലേ ദിവസം മീനൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീട്രൂട്ടിനെ അരിഞ്ഞും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ കറികളുടെ കാര്യത്തിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലും ഒന്നും ടെൻഷനില്ല. അന്നേരം തോരനുള്ളത് നമ്മളൊന്ന് തേങ്ങായും നമ്മൾ തിരുമ്മി തലേദിവസം തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നലെ മാറ്റി വെച്ച കടലക്കറിയാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഈ മീനുണ്ട്, അത് വറുത്തെടുക്കണം. പിന്നെ ബീട്രൂട്ട് തോരനും വെക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ ജോലികളൊക്കെ രാവിലെ തന്നെ തീർക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അത് അവർ പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലക്കിയിടാം. പിന്നെ മീൻ വരുമ്പം മീൻ കറിയും വെക്കണം കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ മീൻ നമ്മൾ ഇന്ന് കൊടുത്തു വിടും. ഇന്നത്തെ മീൻ നമുക്ക് കറി വെച്ചും പുരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് കൊടുത്തു വിടാമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. ഒരു കോഴിമുട്ട എടുത്ത് പെട്ടെന്ന് കുറച്ച് ഉള്ളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് ഒരു മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കടലക്കറി ചൂടാകുന്നുണ്ട്, അപ്പുറത്ത് നമ്മുടെ മീനും വറക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ചപ്പാത്തിയൊക്കെ കുറേ ചുട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അവർക്കുള്ളതെല്ലാം 3 പേർക്കും പോകാൻ വേണ്ടി. അന്നേരം ചപ്പാത്തിയും കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം തോരനോട് വെച്ചാൽ മാത്രം മതി കേട്ടോ. ബീട്രൂട്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ നേരത്തെ ചിരണ്ടി ഇന്നലെ മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു, ഒരു ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് വേപ്പില ഇട്ടിട്ട് ഒന്ന് ഞെരടി കടുക് താളിച്ച് എടുത്ത് ആവിയിലൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അന്നേരം നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡിയായി. അന്നേരം രാവിലത്തെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരെ വിടാൻ വേണ്ടി എല്ലാം ഒന്ന് റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കണം. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അപ്പൂസ് പോകാൻ പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ ടിനോപ്പം പോകും. അന്നേരം ചോറും ഇന്നലത്തെ കുറച്ച് മീൻ പറ്റിച്ചതും മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ടാണ് അവർ ചോറ് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ രാവിലെ നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പം റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഈ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തെന്നും കേട്ടോ. അന്നേരം അപ്പൂസൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കാപ്പി കുടിക്കണം. പിന്നെ കുറച്ച് തുണിയുണ്ട്, അത് അലക്കണം. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എനിക്ക് കാരിയാണ് കിട്ടിയിരിക്കുന്നത്. കാരിമീൻ, ആറ്റുമീനാണ് കാരി കേട്ടോ. അന്നേരം ആ കാരി ഒന്ന് വെട്ടി കറി വെക്കണം. അന്നേരം അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് തുണിയൊക്കെ കഴുകിയിടുവാണ് കേട്ടോ. അന്നേരം കുറച്ച് തുണികളെ ഉള്ളായിരുന്നു, നല്ല മൂടാപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്നേരം രാവിലെ തന്നെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഉണങ്ങിയൊക്കെ കിട്ടാൻ. അന്നേരം ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന തുണികളാണ് കേട്ടോ, കട്ടിയില്ലാത്ത തുണികളാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവർ കഴിച്ചിട്ട് പോയതും രാവിലെ മുതലുള്ളതൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം. അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് പിന്നെ മീൻ വെട്ടി കറി വെക്കണം. പിന്നെ പെരയ്ക്കാമെല്ലാം ഒന്ന് തൂത്ത് വാരണം കേട്ടോ. അന്നേരം രാവിലെ തന്നെ നമ്മുടെ ജോലികളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വീഡിയോ ചെന്ന് കണ്ടു കൊടുക്കും കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടില്ലായിരുന്നു. അന്നേരം എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം പോലെ വന്ന് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടു തന്നോളാം കേട്ടോ. എന്നിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കോഴി മുട്ട ഇട്ടതാണ് കേട്ടോ. അന്നേരം ആ മുട്ടയാണ് ഞാൻ എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് നമ്മുടെ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരി മീനാണ് കേട്ടോ. ഈ മീനിന് നല്ല ഒരു ഞരമ്പുണ്ട്, അത് വലിച്ചു കളഞ്ഞില്ലെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ. അന്നേരം ഇതിൻ്റെ തൊലി ഉരിച്ചാണ് ഞാൻ ഈ മീൻ എടുക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, കാരിമീൻ്റെ തൊലി ഉരിച്ചാണ് എടുക്കുന്നത്. അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് കുടംപുളി ഇട്ട് കറി വയ്ക്കുകയാണ് കേട്ടോ. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തു. അത് കടുക് പൊട്ടിച്ച് വഴറ്റി പിന്നെ പൊടികളെല്ലാം ചേർത്ത് മൂപ്പിച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പം മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അന്നേരം കാരിമീൻ കൂട്ടിയിട്ടുള്ളവരെല്ലാം ഒന്ന് കമൻ്റ് ഇടണം. അടിപൊളി മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് ആറ്റുമീനാണ്. അന്നേരം ആറ്റുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമീൻ അല്ല. അന്നേരം ഓരോ സ്ഥലങ്ങളിലും കിട്ടാത്തവരുണ്ട്, ഇങ്ങനത്തെ കാരിമീനൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അന്നേരം ഞാനതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് മീൻ കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് വെള്ളം നമ്മൾ ആറ്റുമീൻ ചേർക്കത്തില്ല കേട്ടോ. നല്ല വെള്ളം ഉപ്പും പുളിയൊക്കെ പിടിക്കുന്ന ഒരു മീനാണ് ഈ കാരി. ഇത് ഫ്രൈ ചെയ്യാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.
എന്നിട്ട് ഞാനിത് ഫ്രൈ ചെയ്യാനൊന്നും പോയില്ല, ഞാനിത് കറി വെച്ച്. എന്നിട്ട് നമ്മുടെ മീനൊക്കെ തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ മീനൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.